ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യാറുള്ളത്. ഇന്നും അത്തരത്തിലുള്ള 16 ബിസിനസ് ഐഡിയകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, ജോലി കളയാതെ സൈഡായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന 16 ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്നതിനും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മൾ ഓൺ എ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസങ്ങളിലൊക്കെ നല്ല കണ്ടൻറ്റുകൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് ആശയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ ഓണായിട്ടുള്ള ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഐഡിയാസ് മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം. അപ്പം ഈ 16 ബിസിനസ് ആശയങ്ങളും പാസീവായിട്ട് നിങ്ങൾക്ക് സിംഗിൾ പേഴ്സണായിട്ടും നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം ഏതാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പൊട്ടൻഷ്യലുള്ള ആശയങ്ങളാണ്. 1 മുതൽ 16 നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറയുന്നതൊക്കെ കുറച്ച് ടഫായിട്ടുള്ളതായിരിക്കും. അവസാനം അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പം നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. നമ്പർ 1 എന്ന് പറയുന്നത് മർച്ചൻഡൈസ് ഓൺലൈനായിട്ട് സെല് ചെയ്യുന്ന ഒരു ബിസിനസ് ആശയമാണ്. ഏതൊരു മർച്ചൻഡൈസിലായാലും സെൽ മർച്ചൻഡൈസ് ഓൺലൈൻ ആണ് നമ്മുടെ ആക്ച്വലി ഫസ്റ്റ് ഐഡിയയുടെ പേര്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറുടെ എൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇംപ്രൂവൈസേഷൻ വേണം, ഒരു നീഡ് ഉണ്ട് എന്ന് തോന്നുന്ന ഏതൊരു പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഹ്യൂജ് ഒരു 40-45% ഓഫ് ആൾക്കാർ ഇത്ര നാൾ നമ്മൾ ഓഫ്ലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈനിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു യുണീക്ക് പ്രൊഡക്റ്റ് കണ്ടെത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പല സോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം വഴി ചെയ്യാം, മീഷോ വഴി ചെയ്യാം, ആമസോൺ വഴി ചെയ്യാം, ഫ്ലിപ്കാർട്ട് വഴി ചെയ്യാം. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ് വഴി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് മർച്ചൻഡൈസ് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ഡയറക്റ്റായിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന ഒരു ഓൺലൈൻ ചെറിയൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം തുടങ്ങുക എന്നുള്ളതാണ് നമ്പർ 1 സ്റ്റെപ്പ്. രണ്ടാമത്തത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഉടനെ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഗാഡ്ജറ്റ്സുകൾ റെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കസ്റ്റമർക്ക് ആവശ്യമുള്ളതും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഫുൾ ടൈം യൂസ് ചെയ്യാത്തതും നിങ്ങൾ വളരെ എക്സ്പെൻസീവായിട്ട് വാങ്ങിച്ചു വെച്ചതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, ഒരു ക്യാമറ, നിങ്ങളുടെ വീട്ടിൽ DSLR ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ചില ആവശ്യങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇപ്പം നല്ല ക്വാളിറ്റി ഫോട്ടോ എടുക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ക്യാമറ ഫോണിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഓപ്ഷനാണ് DSLR അല്ലേ. അപ്പം നിങ്ങളുടെ കയ്യിൽ DSLR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ഒരു വെക്കേഷന് എവിടെയെങ്കിലും പോവുകയാണ്, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു DSLR വേണം. ആ DSLR ലെൻസിന് ചിലപ്പോൾ ചെക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വിലയുണ്ടാവും. നിങ്ങളത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ വെറുതെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒക്കേഷനിൽ ഉപയോഗിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ഫുൾ ടൈം ഉപയോഗിക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ആ സാധനം റെൻറ്റ് ചെയ്തുകൊണ്ട് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ക്യാമറ മാത്രമല്ല, നിങ്ങൾക്ക് പല സാധനങ്ങളും, നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ ലാപ്ടോപ്പ് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള എക്സ്ട്രാ ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് റെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു മ്യൂസിക് ഉപകരണങ്ങൾ, മുമ്പ് ഗിത്താറൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗിത്താറൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അത് ആവശ്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്ത പറയുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. നമ്മൾ ഇ-കൊമേഴ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗമാണ് ഡ്രോപ്പ് ഷിപ്പിംഗ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സപ്ലയറെ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ട്രൈ ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ പോകുന്നത് പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള, കണ്ണിന് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാനുഫാക്ചേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ കസ്റ്റമർ പിടിക്കാം. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങളുടെ ലാബ് എടുത്ത് ബാക്കി എമൗണ്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റായിട്ട് കൊറിയർ ചെയ്ത് എത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇത് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ബിസിനസ്സാണെന്ന് തോന്നുമെങ്കിലും ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാം. ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സസീവ് ലാൻഡ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടൻ എമൗണ്ട് ഓഫ് മണി വരും. ഇല്ല, നിങ്ങളുടെ കയ്യിൽ പൈസ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് സെൽ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് നോക്കാം. ഇല്ല, നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നല്ല സ്ഥലമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ഡീലും കാര്യങ്ങളൊക്കെ ഓണറും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾക്കത് മറ്റാൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് കമ്മീഷൻ മേടിക്കുന്ന ഒരു ഏജൻറ്റായിട്ട് മാറാം. ഇനി അതും പറ്റുന്നില്ല, വെറും 500 റുപ്പീസിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് സ്റ്റാർട്ടാക്കാൻ പറ്റും. REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റേഴ്സ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിയൽ എസ്റ്റേറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രസ്റ്റി ബോഡിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ലാഭം, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ലാഭം എടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോക്സിൽ, REIT സ്റ്റോക്സുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് വഴി
നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബിസിനസ് ഐഡിയ. 5ാമത് നമ്മൾ പറയാൻ പോകുന്നത് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം ട്രേഡ് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികൾ അവരുടെ ഷെയറുകൾ വിൽപ്പനയ്ക്കുണ്ട്. ചില കമ്പനീസ് പെർഫോം ചെയ്യും, ചില കമ്പനീസ് താഴോട്ട് പോകും. അപ്പം ചില കമ്പനീസ് ആക്ച്വലി മാർക്കറ്റിൽ ഏറ്റവും വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന കുറച്ച് കമ്പനീസാണ് നമ്മൾ പറഞ്ഞ ഈ നിഫ്റ്റി 50 എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് 50 കമ്പനീസിൻ്റെ ഇൻഡെക്സ് ഫണ്ടുകളുടെ ഒരു ഇതാണ്, ശേഖരമാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതേപോലെ ലൈക്ക് ബെസ്റ്റ് 100 കമ്പനീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള കളക്റ്റീവായിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിലേക്ക് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ള പ്രോഗ്രാം അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻകം കിട്ടില്ല. ഇത് ആക്ച്വലി ലോങ് ടേം ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ കയ്യിൽ ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ട്, നിങ്ങൾ നിഫ്റ്റി 50 ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 5 ഇയേഴ്സ് കൊണ്ട് ലൈക്ക് ചിലപ്പം അതിൻ്റെ ആ ഒരു ഗ്രോത്തിൽ നിന്ന് നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാം വിത്തൗട്ട് ഡൂയിങ് നത്തിങ്. നിങ്ങൾ ജസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി. നിഫ്റ്റി 50 എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രോത്ത് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടുകളിലേക്ക് പോകാം. വളരെ അഗ്രസീവായിട്ടുള്ള ഗ്രോത്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിലേക്ക് പോകാം. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം ജനറേഷൻ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വൈസേഴ്സിൻ്റെ സഹായം തേടി മാത്രം ഇത്തരത്തിലുള്ള പാസീവ് ഇൻകത്തിലേക്ക് പോവുക. സ്വന്തം ഗട്ട് ഫീലിങ്ങിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസ്ക്കും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ് ഇത്? സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ 5ാമത്തെ ബിസിനസ് ഐഡിയ. 6ാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് സ്പോൺസേർഡ് കണ്ടന്റുകൾ ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾക്കറിയാം ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു വർഷമാണ്. കാരണം നിങ്ങൾക്ക് അറിയാം AI എന്നുള്ളൊരു ടൂൾ വന്നതോട് കൂടിയിട്ട് നമ്മുടെ ഒരുപാട് കണ്ടന്റ് ക്രിയേഷൻ മേഖലയിൽ വളരെ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി അതൊന്നും അറിയാത്തൊരു വിഭാഗം ആൾക്കാർ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് നിങ്ങളുടെ സ്മാർട്ടായിട്ടുള്ള വേയിലൂടെ AI ജനറേറ്റഡ് കണ്ടന്റുകൾ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട്, അവർക്ക് വെബ്സൈറ്റിന് വേണ്ട കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട്, അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട്, അവരുടെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ ക്യാപ്ഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാം. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഏജൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി ആ ഒരു കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആൾക്കാർ കൺസ്യൂം ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കമ്പനീസിനെ അപ്രോച്ച് ചെയ്തിട്ട് ആ കണ്ടന്റുകൾക്ക് സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് സ്പോൺസേർഡ് കണ്ടന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ 6ാമത്തെ ബിസിനസ് ഐഡിയ. 7ാമത് നമ്മൾ പറയാൻ പോകുന്നത് പാർക്കിംഗ് സ്പേസ് റെൻറ്റ് ചെയ്യുന്നൊരു ബിസിനസ്സിനെ കുറിച്ചാണ്. നമ്മുടെ എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് ഏരിയകൾ വളരെയധികം ഡെൻസിറ്റി, എസ്പെഷ്യലി കാറിൻ്റെ കേസിലാണെങ്കിലും ആൾക്കാരുടെ കേസിലാണെങ്കിൽ വളരെയധികം ഡെൻസിറ്റി വരുന്നുണ്ട്. നമ്മൾ ഒരു ആവറേജ് ആക്ച്വലി ഒരു മെട്രോ സിറ്റിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ സെമി അർബൻ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർ സിനിമ തിയേറ്റേഴ്സിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്തോ കൊടുക്കുന്ന പാർക്കിംഗ് ഫീസ് നിങ്ങളൊന്ന് ഒരു വർഷത്തേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി അതൊരു 1500-2000 രൂപയോളം വരും. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കാറിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏരിയയിൽ, ടൗൺ ഏരിയയിൽ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള സ്പോട്ടി ആയിട്ടുള്ള ലൊക്കേഷൻസ് ലീസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയ ലീസ് എടുത്ത ശേഷം പാർക്കിംഗ് സ്പേസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സാണ്. കാരണം ആൾക്കാർക്ക് പണ്ടത്തെ പോലെയല്ല, ദേ ആർ ഓക്കെ ടു ഗീവ് 20 rupees 30 rupees ഒക്കെ പൈസ കൊടുക്കാൻ റെഡിയാണ്. അപ്പം നമ്മൾ 7ാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് സ്ലോട്ടുകൾ ഉണ്ടാക്കാം, പാർക്കിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള പാസീവ് ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ 7ാമത്തെ ബിസിനസ് ഐഡിയ. ഇനി 8ാമത്തെ ബിസിനസ് ഐഡിയ നമ്മൾ പറയാൻ പോകുന്നത് ഇ-ബുക്ക് പബ്ലിഷിംഗ് ആണ്. ChatGPT അതേപോലെ തന്നെ AI ടൂളുകൾ വന്നതോടുകൂടി ഇ-ബുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക്കിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കണ്ടന്റുകൾ ChatGPT വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇല്ല, നിങ്ങളൊരു സെഗ്മെൻറ്റിൽ നിങ്ങളുടെ നാട്ടിലൊരു വൈദ്യരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊരു ഹെൽത്ത് ഇൻസ്ട്രക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസും നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മറ്റാൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ചെറിയൊരു പുസ്തകം ഇറക്കാൻ പറ്റും. പുസ്തകം ഇറക്കാൻ പറ്റിച്ചാൽ പണ്ടത്തെ പോലെ വളരെ കട്ടിയുള്ള 100 പേജ് 120 പേജോ വേണം നിർബന്ധമില്ല. ഒരു 20 പേജോ 30 പേജ് ആയി കഴിഞ്ഞാലും ദാറ്റ് ഈസ് കോൾഡ് ഇ-ബുക്ക്. പെട്ടെന്ന് വായിച്ച് അതിൻ്റെ റിസൾട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 30 രൂപ 40 രൂപ 100 രൂപയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് അത് നെഗ്ലിജിബിൾ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അവർക്ക് എന്ത് ചെയ്യും, അതിനകത്തുനിന്നൊരു വലിയൊരു വാല്യുവേഷൻ കിട്ടണം. അപ്പോൾ ഇ-ബുക്ക് സീരീസുകൾ, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. വേറൊരു സെഗ്മെൻറ്റ് ഇ-ബുക്കിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കഥകളാണ്.
നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അഡൽട്ടായിട്ടുള്ള ആൾക്കാർ വീഡിയോ മറ്റേതൊക്കെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്നത് കുട്ടികൾക്കൊരു സ്പേസ്, അവർക്ക് അത്ര ഹെവി ആയിട്ട് കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് ഓൾവേസ് എ റെസ്ട്രിക്ഷൻ. പക്ഷേ അവർ ഈ സമയത്ത് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് വായിക്കുന്നു. അതിന് പകരം അവളിപ്പോൾ ഡിജിറ്റൽ ഏജിലായതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടിക്കഥകൾ അത്തരത്തിലുള്ള ഇ ബുക്കുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡിൽ എല്ലാ 3 ഡേയ്സിലും എല്ലാ 1 വീക്കിലും ഇ ബുക്കുകൾ സെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇ ബുക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ChatGPT ഉപയോഗിച്ചിട്ടോ കുറച്ചും കൂടെ സ്മാർട്ടർ വേയിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ല ഇ ബുക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കണ്ടൻറ്റിൻ്റെ കോൺടാക്സ്റ്റ് നിങ്ങൾ വേറെ ഈ ഇമേജ് ജനറേറ്റിംഗ് ടൂൾസുകൾ പോലുള്ള ഡാലി പോലുള്ള ഇമേജ് ജനറേറ്റിംഗ് ടൂൾസിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും അത്തരത്തിലുള്ള കാർട്ടൂൺ ഇമേജുകൾ വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇ ബുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇ ബുക്ക് ജനറേഷൻ വഴി ബിസിനസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ 9ാമത്തെ ബിസിനസ് ഐഡിയ. ഇനി 10ാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ് റൈറ്റിംഗ് ആണ്. AI ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ് റൈറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു കാലമാണ് ഈ ഒരു 2-3 വർഷങ്ങളിൽ. കാരണം അവർക്ക് ടെക്നോളജി മനസ്സിലായി, എന്താണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ആക്ച്വലി കണ്ടൻറ് ക്രിയേഷനിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കമ്പനികളെ നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു നല്ല സോഷ്യൽ മീഡിയ ഏജൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസി നിങ്ങൾക്ക് സ്ഥാപിച്ചുകൊണ്ട് ഒരു പാർട്ട് ടൈം ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ എക്സ്പെർട്ടൈസ് കണ്ടൻറ് ക്രിയേഷനിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് AI ടൂൾസ് ഉണ്ട്. AI ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. 11ാമത് നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ്. ആൾക്കാർക്കറിയാം ഇപ്പോഴത്തെ സംഭവത്തിൽ ഒബിസിറ്റി, അമിതവണ്ണമൊക്കെ വളരെയധികം കൂടുന്നുണ്ട്. പെട്ടെന്ന് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുകയും വേണം. അപ്പോൾ അത്തരത്തിലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാംസുകൾക്ക് വളരെയധികം നീഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലതെന്ന് തോന്നുന്ന നിങ്ങളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ അന്വേഷിച്ച് ഒരുപാട് നല്ല കമ്പനീസ് ഉണ്ട്, ഒരുപാട് ബാഡ് കമ്പനീസ് ഉണ്ട്. ഞാൻ കമ്പനീസിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ജെന്യൂനായിട്ട് തോന്നുന്ന അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത ശേഷം നിങ്ങളതിൻ്റെ ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്കത് വർക്കൗട്ട് ആവുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വഴി അഫിലിയേറ്റഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് പ്രോഗ്രാംസുകൾ നമ്മുടെ നാട്ടിലുണ്ട്, എസ്പെഷ്യലി ഹെൽത്തിൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി പാർട്ട് ടൈം ഇൻകം ഉണ്ടാക്കാം. കാരണം നമ്മുടെ ചുറ്റും ഒരുപാട് വെയിറ്റ് ഭയങ്കര ഓവർ വെയിറ്റ് ആയത് കാരണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് കാരണം സഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്കൊരു വഴിയാട്ടിയാവാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ദാറ്റ് ഗോൺ ബി എ ഗുഡ് ബിസിനസ്. അപ്പോൾ 11 എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് പ്രോഗ്രാമാണ്. നമ്മൾ അതിൻ്റെ കൂടെ അടുത്ത് ആഡ് ചെയ്യുന്ന ഒരു വേറെ പ്രോഗ്രാമിൻ്റെ പേര് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്കറിയാം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, കൺസ്യൂമറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ അത്രയും ഹ്യൂജ് എമൗണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ഡയറക്റ്റ് സെല്ലിങ്ങിനകത്തുള്ള പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം അതിന് പറയുന്നത് ക്വാളിറ്റി എന്നാണ്. പക്ഷേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് അതിനെടുക്കാൻ പറ്റുന്ന ഒരു സ്കീമിൻ്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഒരുപാട് കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ട്, പല രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നുണ്ട്. ഡെയിലി എസൻസ് ആയിട്ടുള്ള സോപ്പ്, കർപ്പൂരം, ഉപ്പ്, മുളക് എല്ലാം കൊടുക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനീസ് ഉണ്ട്. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള ഹെൽത്ത് ടൈപ്പ് മാത്രം കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ഐറ്റംസ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അങ്ങനെ പല റേഞ്ച് ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് പരിചയപ്പെടാൻ പറ്റുന്ന നിങ്ങളുടെ കപ്പാസിറ്റിയിലുള്ള ആൾക്കാരുടെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാം. ആ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ നെറ്റ്വർക്ക് കൂട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മുടെ 12ാമത്തെ ബിസിനസ് ഐഡിയ. 13ാമത്തെ ബിസിനസ് ഐഡിയ നമുക്ക് ₹1 ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതിൻ്റെ പേരാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക, അവരുടെ പ്രൊഡക്റ്റുകൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും പ്രൊമോട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ലിങ്ക് വഴി ആരെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ്. ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ അഫിലിയേറ്റഡ് ആയിട്ട് മാറാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് അത്തരത്തിൽ വേണ്ട, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള അഫിലിയേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ രീതിയിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ബാങ്ക് പോലുള്ള കുറച്ചും കൂടെ ഇന്റർനാഷണൽ ടൈപ്പിലുള്ള അഫിലിയേറ്റ് ബാങ്കിങ് ചെയ്യാം. അപ്പോൾ ഇതിന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു ബേസിക് മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോളോവേഴ്സ് വേണം. കാരണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് മറ്റുള്ളവർ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ വേണം നിങ്ങൾക്ക് ഫോളോവേഴ്സ് വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫോളോവേഴ്സിനെ ജനറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ 2000-3000 ആൾക്കാർ കാണും. നിങ്ങളുടെ ഒരു പേജിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 10,000 ആൾക്കാർ അത് ക്ലിക്ക് ചെയ്യും. അത്തരത്തിലുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്.
അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 14ാമത്തെ ഐഡിയ ആണ്. 14ാമത്തെ ഐഡിയ വളരെ ഈസിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ റീസെൻ്റ്ലി ഓണം വന്നപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. പക്ഷേ വളരെ ക്വാളിറ്റിയുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് ഫോട്ടോസാണ് നമ്മൾ സെർച്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യൻ കണ്ടൻറ്റുകൾക്ക് വളരെയധികം മാർക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു DSLR നല്ല ക്വാളിറ്റി ഫോണോ ഉണ്ടെങ്കിൽ ഇന്ത്യൻ കണ്ടൻറ്റുകൾ, എസ്പെഷ്യലി ഇപ്പം ഇന്ത്യൻ ഹൗസ് വൈഫ് കുക്കിംഗ് ദാൽ ഫ്രൈ എന്നടിക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ മറ്റൊരു വ്യക്തിക്ക് ആക്ച്വലി കണ്ടൻറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നല്ല ക്വാളിറ്റി ഫോട്ടോ ആണെങ്കിൽ സംടൈം കമ്പനീസ് വിൽ പേ 500 rupees ദേ വിൽ പേ. കാരണം ആ കണ്ടൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു 1 lakh rupees ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫോട്ടോസ്, വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സലൂൺ ഉണ്ടാക്കുകയാണ്. സലൂൺ ഉണ്ടാക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഫോറിൻ ആൾക്കാരുടെ ഫോട്ടോസും മുഖമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻ ആൾക്കാരുടെ ഫോട്ടോസും മുഖമൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ പക്ഷികൾ, മൃഗങ്ങൾ, നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് ഫോട്ടോസ്, നിങ്ങൾക്ക് അതിൻ്റെ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പ് സ്റ്റോക്ക്, അതേപോലെ തന്നെ നമ്മൾ ഷട്ടർ സ്റ്റോക്സ് ഒക്കെ പോലുള്ള പ്ലാറ്റ്ഫോം വഴിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അപ്പം സ്റ്റോക്ക് ഫോട്ടോസ് അപ്ലോഡ് വഴി നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ 14ാമത്തെ ബിസിനസ് ഐഡിയ. നമ്മുടെ 15ാമത്തെ ബിസിനസ് ഐഡിയ അതിൻ്റെ വേറൊരു വെർഷനാണ് കോഴ്സ് ക്രിയേഷൻ. സ്വന്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു മറ്റുള്ളവർക്ക് അറിയാത്തതും നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. ആ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സുകൾ ആൾക്കാർ ബൈ ചെയ്യും, അവർ പർച്ചേസ് ചെയ്യും, അവർ പഠിക്കും, അവർക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് വാല്യൂ കിട്ടും. അത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ കോഴ്സുകൾ ഉണ്ടാക്കുകയും 500 rupees 300 rupees അല്ലെങ്കിൽ 1000 രൂപ 2000 രൂപ എന്ന രീതിയിൽ കോഴ്സുകൾ സെല് ചെയ്യും. പക്ഷേ ഇവിടെയൊക്കെ മാസ് വോളിയമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പാസീവ് ഇൻകം തരിക. കോഴ്സ് ക്രിയേഷനാണ് നമ്മൾ 15ാമത്തെ ബിസിനസ് ഐഡിയ. 16ാമത്തെ ബിസിനസ് ഐഡിയ കുറച്ചും കൂടെ വെറൈറ്റിയാണ്. ഇതിനെ പറയുന്ന പോലെ റിവേഴ്സ് പാസീവ് ഇൻകം എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പുതിയൊരു മേഖലയിലേക്ക് കടക്കണമെന്ന് നിർബന്ധം. നമ്മൾ ഓൾറെഡി ചെയ്യുന്ന മേഖലയിലേക്ക് നമ്മൾ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്നത് ഞാനിങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഡെയിലി കൊണ്ടുവരുന്നതാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തേക്കുള്ള ഒരുമിച്ച് ഞാനൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഒരു 500 രൂപ സേവ് ചെയ്യാൻ പറ്റുമായിരിക്കും. 3 ലൈഫ് ബോയ് വാങ്ങുന്ന സമയത്ത് 4ാമതൊരു ലൈഫ് ബോയ് ഫ്രീ ഉണ്ടെങ്കിൽ, അപ്പം ഒരു മാസത്തേക്ക് ഞാൻ 4 വാങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ 34 rupees സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ ഡെയിലി എക്സ്പെൻസുകൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഇതിനെ ഇംപ്രവൈസ് ചെയ്യാമെന്നുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന സേവിങ്സുകൾ നമ്മൾ എടുത്തിട്ട് ചിലപ്പോൾ 2000 രൂപ, ചിലപ്പോൾ 5000 രൂപ, 6000 രൂപയായിരിക്കും കറണ്ട് ബില്ലിൽ നിങ്ങൾക്ക് എങ്ങനെ സേവ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്തിട്ട് നിങ്ങളുടെ ഓൾറെഡി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് ഓഫ് സേവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആയിട്ട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയ. അപ്പോൾ നമ്മൾ 16 ഐഡിയാസ് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഐഡിയാസിൽ നിങ്ങൾക്ക് ഏതാണ് ക്ലിക്ക് ചെയ്യുന്നത് പറയാം. ഇത് ക്ലിക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരു 100-150 ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ലെങ്തി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 16 മാക്സിമം പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.